എല്ലാവർക്കും സെമീനാസ് കുക്കറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അവലും ശർക്കരയും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയ ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ പലഹാരം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അവലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചുവന്ന അവലാണ് എടുത്തിട്ടുള്ളത്. വെളുത്ത അവലും എടുക്കാവുന്നതാണ്. ഇനി ഇത് പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് അവലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കരിഞ്ഞു പോകുകയാണെങ്കിൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല ഈ പലഹാരത്തിന്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ എടുത്തിട്ട് കൈകൊണ്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ പെട്ടെന്ന് പൊട്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂത്തിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ അതാ നല്ല ഫൈനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട്. ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചീക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചീക്കി എടുത്തപ്പോൾ ഒരു 1/2 കപ്പുണ്ട്. ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതേ അളവിൽ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ എത്രത്തോളം ചേർക്കുന്നുവോ അത്രത്തോളം ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ പലഹാരത്തിന്. ഇനി ഈ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പകരം മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേ രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ച അവല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചോപ്പ് ചെയ്തതും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്യുന്നതിന് പകരം പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കാപ്പൊടിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ അവല് പൊടിച്ചതിലേക്ക് ഈ തേങ്ങയും ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റിയെടുക്കാം. ഒരു മീഡിയം സൈസുള്ള ഇതേ രീതിയിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ ബാക്കി എല്ലാ ബോൾസും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം റെഡി ആയിട്ടുണ്ട്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ അവലും ശർക്കരയും വെച്ചിട്ടുള്ള ഈ പലഹാരം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എടുക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.